Okay, we discussed spatial domain techniques, basically um, mask processing, point processing, and the filtering technique in frequency domain too. In frequency domain, we discussed low pass filtering as well as high pass filtering. Okay, so we could find three classifications in low pass and high pass filtering. What are the എന്തൊക്കെ ഫിൽറ്റേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞ ലോ പാസിൽ ഹൈ പാസിൽ? ഐഡിയൽ ഫിൽറ്റർ, ബട്ടർവർത്ത് ഫിൽറ്റർ ആൻഡ് ഗോഷ്യൻ ഫിൽറ്റർ അല്ല. അപ്പോൾ അത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളൊരു ജനറലൈസ്ഡ് ഒരു ഫിൽറ്ററിംഗ് ടെക്നിക് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹോമോമോർഫിക് ഫിൽറ്ററിംഗ്. വെയിറ്റ് എ സെക്കൻഡ്. Okay, so we are going to discuss a particular type of filtering, that is homomorphic filtering. Okay, you can write homomorphic filtering. Okay, first of all I can diagram വരക്കാം. നിങ്ങൾ കോപ്പി ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തില്ല നിങ്ങൾ? അഭിജിത്ത് വരച്ചോ? ഓക്കെ, അപ്പം homomorphic filtering. Homomorphic filtering. So actually homomorphic filtering is a generalized technique used for
image enhancement. So it's a special type of, generalized. That means this is not an application dependent. A generalized technique widely used in image enhancement. Actually, it simultaneously normalizes the brightness across the image and increases contrast. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ normalizes brightness, okay, which normalizes brightness of the image, but at the same time എന്താ സംഭവിക്കുന്നത് increases contrast, okay, by homomorphic filtering contrast will be increased, and but at the same time it normalizes the brightness, okay. Usually what happening here is we are focusing the image on the basis of reflectance and illuminance, or illumination, okay. നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ ഇമേജ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലും ബ്രൈറ്റ്നസ് പിക്സൽ ഇന്റൻസിറ്റി ലെവലിലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ ഇമേജിന് ഈ രീതിയിൽ റിഫ്ലക്റ്റൻസും അതുപോലെ തന്നെ ഇല്ലുമിനേഷൻ്റെ രീതിയിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും, ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് റിഫ്ലക്റ്റൻസ് ആൻഡ് ഇല്ലുമിനൻസ്. ആ രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ ഈസ് അവർ ഇമേജ്, ഓക്കെ. എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇല്ലുമിനേഷൻ ഐ ഓഫ് എക്സ് വൈ ഇൻ ടു റിഫ്ലക്റ്റൻസ് ആർ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പിക്സലിനെ നമ്മൾ വാല്യൂസ് ഇന്റൻസിറ്റി വാല്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം വേറൊരു രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇല്ലുമിനേഷന്റെയും റിഫ്ലക്റ്റൻസിന്റെയും ടേംസിൽ വി ക്യാൻ റെപ്രസെന്റ് അവർ ഇമേജ് എഫ് ഓഫ് എക്സ് വൈ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഐ ഓഫ് എക്സ് വൈ ആൻഡ് ആർ ഓഫ് എക്സ് വൈ. അപ്പം ഐ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇല്ലുമിനേഷൻ കമ്പോണന്റ് എന്ന് പറയും, ഇല്ലുമിനേഷൻ കമ്പോണന്റ് ആയിരിക്കും, ഓക്കെ. ബട്ട് ആർ ഓഫ് എക്സ് വൈ വിൽ ബി reflectance component, okay, reflectance component, okay. I of xy will be illumination component and R of xy will be reflectance component, okay. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് ആക്ച്വലി നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്സ് മനസ്സിലാക്കാൻ പറ്റും. എന്താ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഇമേജ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഇമേജിൽ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യുന്നു. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഇതിനെ സെഡ് ഓഫ് എക്സ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, okay. So z of xy can be represented as log of natural log of f of xy, അല്ലേ? അങ്ങനെ എഴുതാം, ശരിയല്ല? ഇനി എഫ് ഓഫ് എക്സ് വൈ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് ഇല്ലുമിനേഷൻ ആൻഡ് റിഫ്ലക്റ്റൻസ്? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി ക്യാൻ റീപ്ലേസ് ദിസ് എഫ് ഓഫ് എക്സ് വൈ as I of xy into R of xy. അപ്പോൾ എഴുതിക്കോ. അപ്പോൾ it can be represented as I of xy log of I of xy into R of xy. ക്ലിയർ ആവുന്നില്ല പറയുന്നത്? സൗമ്യ കാണുന്നില്ല? Okay, so f of xy can be replaced as I of xy into R of xy. So now ഇതിനെ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? It can be represented as L of എന്ത് വരും? പ്ലസ് ലോഗ് ഓഫ് R of xy. Log A into B can be represented as log A plus log B. എഴുതി ഇങ്ങനെ എഴുതിയാൽ മതി. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? വി ആർ അപ്ലൈയിങ് DFT, അല്ലേ? ഇവിടെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു, ഓക്കെ. സോ ദിസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് DFT. ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ അപ്പ്, ദാറ്റ് മീൻസ് വി ആർ അപ്ലൈയിങ് ഫൊറിയർ ട്രാൻസ്ഫോം DFTs, അല്ലേ? സോ വി ആർ കൺവേർട്ടിംഗ് our domain, that is spatial domain image will be converted in frequency domain. So it can be represented in frequency domain. So DFTO, what is happening here? We are applying Fourier transform to our xy plus
Sorry, network issue ഉണ്ടെന്നാണ്. Okay. അപ്പം ln of r of x നിങ്ങൾക്ക് എഴുതാം കേട്ടോ അത്. Okay, so we applied Fourier transform to our image. I mean, first of all, we applied logarithm, and after that, we applied Fourier transform. That means we are converting that particular image to frequency domain. Okay, now we are applying our filter function. That can be represented as h of uv. Okay, this is our filter function h of uv. Okay, now we can represent our image. ഈ DFT apply ചെയ്ത ഇമേജിന് I am representing as z of uv എന്ന് പറഞ്ഞിട്ട് represent ചെയ്യുന്നു. That is in frequency domain. Z of uv. So again we have fi of uv. This is the illumination component, and this is fr of uv. This is the reflectance component in frequency domain. Represent. After that, I am multiplying with the h of uv. Fi of uv and fr of uv are Fourier transform of illumination component as well as reflectance coefficient. I mean component. Okay. Now we are applying. I am multiplying my filter function with the z of uv. So then s of uv ಅಂತ ಹೇಳೋಣ. S of uv equal to the z of uv into h of uv. Okay. Okay, so here h of uv our filter function. So this s of uv is the filtered image. Okay, filtered image in frequency domain. Okay, this is the filtered image in frequency domain. And now we are applying IDFT. If you want to obtain that particular image in spatial domain, we need to apply IDFT, that is inverse Fourier transform. Then you will get s of xy. So s of xy that will be IDFT. Let me f inverse IDFT of z of uv to h of uv. Okay, നിങ്ങളിത് കോപ്പി ചെയ്യണം. എഴുതുന്നുണ്ടോ എല്ലാവരും? ശിശിര എഴുതുന്നില്ല? ഓക്കെ, എഴുതിയില്ല, ഇതുവരെ എഴുതിയില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? We got the image in we are applying IDFT, so it will be converted to again in spatial domain, right? So z of uv na നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താ z of uv എന്ന് പറഞ്ഞാൽ we can replace z of uv as നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലേ, fi of uv പ്ലസ് fr of uv. അപ്പോൾ ഞാനിവിടെ അത് അപ്ലൈ ചെയ്യാണ്. fi of uv plus fr of uv, okay, into h of uv. Okay, and I can rearrange these equations as f inverse of, I am multiplying h of uv with the fi of uv. Okay, so fi of uv into h of uv, right? Next, fr of uv, f inverse of, sorry,
inverse of if R of UV into H of UV. Clear? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അഭിജിത്ത് ക്ലിയർ അല്ല? പാർവതി മനസ്സിലാകുന്നില്ലേ? അരുൺ ക്ലിയർ ആണോ? ഇതുവരെ എഴുതിയാലും ക്ലിയർ അല്ല? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം സോ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു അല്ലേ? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. ഇനി ഞാനിതിന് ഈ കിട്ടിയ റിസൾട്ടിന്, അതായത് ഇവിടെ നമ്മൾ ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കിട്ടിയത് അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഇലുമിനേഷൻ കോൺസ്റ്റന്റിനൂടെ വി അപ്ലൈഡ് അവർ ഫിൽറ്റർ ഫംഗ്ഷൻ. അപ്പൊ ഇതിനെ ഞാൻ ഇൻവേഴ്സിലേക്ക് മാറ്റിയതിന് ഞാൻ എന്താണ് I dash of xy. Now this is in spatial domain. അല്ല ഇൻവേഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ സ്പേഷ്യൽ ഡൊമൈൻ ആണ്. ഈ ടോട്ടൽ വാല്യൂനെ ഞാൻ I dash of xy എന്ന് എഴുതി. Similarly, it can be represented as R dash of xy. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇത്രയും ചെയ്തു അല്ലെ? നമ്മൾ ഫിൽറ്റർ നമ്മൾ എന്ത് ചെയ്ത? ഫസ്റ്റ് ലോഗ് അപ്ലൈ ചെയ്തു, DFT അപ്ലൈ ചെയ്തു, വി മൾട്ടിപ്ലൈഡ് അവർ ഫിൽറ്റർ, ഐ മീൻ വി മൾട്ടിപ്ലൈഡ് our image with our filter function. Okay, after that we again applied IDFT to obtain the image in spatial domain. Okay, in last step കൂടി എന്താണ്? ഇതിന് നേരെ ലോഗരിതമൊക്കെ ലോഗിന് ഓപ്പോസിറ്റ് ആയിട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ഈ കിട്ടിയ ഇമേജിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോണൻഷ്യൽ കൂടി അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് g of xy എന്നിട്ട് ഞാൻ എഴുതുവാണ്. അപ്പൊ ദിസ് ഈസ് s of xy. Okay, so to get the original image, not the original image, I mean filtered image in spatial domain, we are applying exponential function. How it can be represented as exponential of s of xy, right? So the exponential of I dash of xy അല്ല into the plus നമ്മൾ മാറ്റുമ്പോൾ ഇതിനായി I dash of ഓക്കെ. ഇത് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ ഇതിനെ ഞാൻ I0 of xy. Okay, R0 of xy after applying exponential function. Okay, here I0 of xy and R0 of xy are illumination and reflection components of our output image. That means they are applied a filter function. Okay, right? So we got I0 of xy and R0 of xy. So those are the illumination and reflectance components of the image after applying homomorphic filtering technique. So ഇവിടെ ചെയ്യുന്ന ഈ ടെക്നിക് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇവിടെ ചെയ്യുന്ന ഈ സ്റ്റെപ്സ് ഹോമോമോർഫിക് ഫിൽറ്ററിംഗിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. Here we are approaching image such that in terms of illumination and reflectance. Okay, we are considering image in terms of illumination and reflectance. Okay, and നമ്മൾ എന്താ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് വാല്യൂയിൽ ചെയ്യുന്നത് ലോഗ് അപ്ലൈ ചെയ്യും, അഗൈൻ DFT അപ്ലൈ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ അവിടെ എന്താ അതിനുശേഷം എന്ത് ചെയ്യുന്നത്? വി ആർ മൾട്ടിപ്ലൈങ് ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ് വിത്ത് ഫിൽറ്റർ ഫംഗ്ഷൻ അല്ലേ? പിന്നെ നമ്മൾ സ്പേഷ്യൽ ഡൊമൈനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നേരെ ഇൻവേഴ്സ് പ്രോസസ് ചെയ്യും. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താ? കംപ്ലീറ്റ് ഇൻവേഴ്സ് പ്രോസസ് ആണ്. ഫിൽറ്റർ ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഇൻവേഴ്സ് പ്രോസസ് ആണ്. വി ആർ അപ്ലൈങ് IDFT ആൻഡ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ടു ഗെറ്റ് g of xy. ദാറ്റ് ഈസ് ദ filtered image in spatial domain, output image. അപ്പോൾ ഇങ്ങനെയാണ് ഹോമോമോർഫിക് ഫിൽറ്ററിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ H of UV എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു ഫിൽറ്റർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ എഴുതിയെടുക്കും. H of UV. ഓക്കെ, H of UV എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഗാമ RH RL into 1 minus exp d square uv d0 square plus ഇതാണ് H of UV എന്ന ഫംഗ്ഷൻ. ഓക്കെ, RH ഉം RL എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത്.
D0 എന്ന് നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സെൻട്രൽ പിക്സൽ ഉണ്ട്. ആ സെൻട്രൽ പിക്സലിനുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് D0 എന്ന് പറയുന്നത്. ആ വാല്യൂ കട്ട് ഓഫ് ഫ്രീക്വൻസിനാണ് D0 എന്ന് പറയുന്നത്. D of UV എന്ന് പറഞ്ഞാൽ സെൻട്രൽ പിക്സലിന് UV എന്ന് പറഞ്ഞ പിക്സൽ ലെങ്ത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതിന്റെ RH എല്ലാം വെച്ചിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കേലാർ വാല്യൂസ് ആണ്. അപ്പം ശ്രദ്ധിക്കുക, ദിസ് ഇസ് R ഗാമ L ഗാമ H, ദിസ് ഇസ് DC. പെർട്ടിക്കുലർ ഇന്റൻസിറ്റി വാല്യൂ ആയിരിക്കും ഗാമ എച്ചും ഗാമ എൽ എന്ന് പറയുന്നത്. അപ്പം ഇഫ് ഗാമ എൽ ഗ്രേറ്റർ ദാൻ less than ഇങ്ങനെയാണെങ്കിൽ H of UV എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഈ ഫിൽറ്റർ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ലോ ഫ്രീക്വൻസി. ഇങ്ങനെ കേസിൽ പറഞ്ഞുതരാം, അത് നിങ്ങളിത് നോട്ട് ചെയ്യാം. ഗാമ എല്ലിന്റെ വാല്യൂ ലെസ് ദാൻ 1 ഗാമ എച്ചിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ H of UV എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിൽ ബി ഡിക്രീസിങ് by the contribution made by illumination. Illumination, in terms of illumination, contribute ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യായി. ഓക്കെ, റിഫ്ലക്റ്റൻസ് ഉണ്ടാക്കുന്ന കോൺട്രിബ്യൂഷൻ കൂടും. അതായത് RL ഗാമ L ലെസ് ദാൻ 1 ഗാമ H ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും അതിനകത്തുള്ള കമ്പോണന്റ്, ഇല്ലുമിനേഷന്റെ കമ്പോണന്റ് എന്ന് പറയുന്ന കുറവും നേരെ ഇത് എന്താണ് റിഫ്ലക്റ്റൻസിന്റെ കമ്പോണന്റ് കൂടുതലായിരിക്കും. അങ്ങനെ ആയിരിക്കും ഈ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അതാണ് ഈ H of UV എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കേട്ടോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹോമോമോർഫിക് ഫിൽറ്ററിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ജനറലൈസ്ഡ് ടെക്നിക്കാണ്. എന്താ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ലോഗ് അപ്ലൈ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വിൽ കൺവേർട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ് ഇൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ. ദാറ്റ് മീൻസ് വി വിൽ ബി കൺവേർട്ടിംഗ് ദാറ്റ് ഇമേജ് ഇൻ ഫ്രം സ്പേഷ്യൽ ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ. ഓക്കെ, അതിനുശേഷം H of UV എന്ന ഫിൽറ്റർ ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഫ്റ്റർ ദാറ്റ് we apply IDFT, that means inverse DFT. Again we will be applying exponential function to get G of X, that is the filtered image. Okay, അപ്പോൾ ഇത് നമുക്ക് വെച്ചാൽ ഒരു എന്താ പറയാ നോയ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് നോയ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോമോമോർഫിക് ഫിൽറ്ററിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർത്ത് നോക്കുക, മൾട്ടിപ്ലിക്കേറ്റീവ് നോയ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോമോർഫിക് ഫിൽറ്ററിംഗ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചോദിക്കാറുണ്ട്, എക്സാമിന് അധികം ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പും ഈ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അശ്വിത ക്ലിയർ അല്ലേ? സൗമ്യ, അനില കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ബേസിക് ആയിട്ട് ആ സ്റ്റെപ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഹോമോമോർഫിക് ഫിൽറ്ററിന്റെ സ്റ്റെപ്സ്, പിന്നെ ആപ്ലിക്കേഷൻ വെച്ച് മൾട്ടിപ്ലിക്കേറ്റീവ് നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്ന ചെറിയ രണ്ട് ടോപ്പിക് ഉണ്ട്. ഒന്ന് ഇമേജ് അഡീഷനാണ്. ഇമേജ് സബ്ട്രാക്ഷനുമാണ്. ഓക്കെ, ഇമേജ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ഇമേജസിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിനെയാണ് ഇമേജ് അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഈക്വൽ ലെങ്ത് ഉള്ള ഈക്വൽ സൈസ് ഉള്ള ഇമേജസിനെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇമേജ് അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമേജ് അഡീഷൻ. അപ്പം ഐ എം അപ്ലൈയിങ് C of Mn is our output image and I am adding F of Mn. X എന്ന് എഴുതിയാലും മതി, ഇങ്ങനെ ആണെങ്കിൽ എഴുതാട്ടോ നിങ്ങൾ. G of Mn. ഓക്കെ, C of Mn എന്ന് പറഞ്ഞ രണ്ട് ഇമേജസ് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ വെച്ചാൽ രണ്ടും ഒരേ ലെങ്ത് ആയിരിക്കണം അല്ല, ഈ രണ്ടിന്റെ ലെങ്ത്തും ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്ന സൈസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുന്ന ഡബിൾ എക്സ്പോഷർ കിട്ടാനാണ് കേട്ടോ. ഡബിൾ എക്സ്പോഷർ. അപ്പൊ എന്താ സംഭവിക്കുക,
അതിനകത്തുള്ള പിക്സൽ ഇന്റൻസിറ്റി വാല്യൂ ഇൻക്രീസ് ആവും അല്ലേ? ഇത് ഡബിൾ എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ആയിട്ട് ഇമേജസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ട് ഒരു ഇമേജിന് നോയ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ എ പാർട്ട് ഓഫ് വൺ ഓഫ് ദ ഇമേജസ് ഹാസ് സം നോയ്സ്, then the other part can be compensated from other images available through image addition. മനസ്സിലാകുന്നുണ്ട്? ഇപ്പം ഒരു ഇമേജിലെ ചില പാർട്ടുകളിൽ നോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മറ്റ് വാല്യൂസ് ആഡ് ചെയ്യും, മറ്റ് ഇമേജസ് ആഡ് ചെയ്യുമ്പോൾ എന്താവും, ഈ നോയ്സിന് നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഇമേജ് അഡീഷൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം രണ്ടോ അതിലധികമോ ഇമേജസിനെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇമേജ് അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ വരിക, ഇന്റൻസിറ്റി വാല്യൂസ് ഇൻക്രീസ് ചെയ്യും അല്ല, ഇമേജ് ഇന്റൻസിറ്റി വാല്യൂസ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ ആഡിങ്. സോ ദർ ക്യാൻ ബി വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, വി ആർ റിമൂവിങ് നോയ്സ്. ചിലപ്പോൾ ഏതെങ്കിലും വൺ ഓഫ് ദ ഇമേജിന്റെ പാർട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു നോയ്സ് ഉണ്ടെങ്കിൽ ആ നോയ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ യൂസിങ് ദറ്റ് പെർട്ടിക്കുലർ അഡീഷൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതാണ് ഇമേജ് അഡീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇമേജ് സബ്ട്രാക്ഷൻ ആണ്. ഇമേജ് സബ്ട്രാക്ഷൻ, ഇതേപോലെ തന്നെ C of Mn can be represented as F of Mn minus G of Mn. ഓക്കെ, ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, we are subtracting image G of Mn from F of Mn. ഓക്കെ, ഇത് എന്തിനായിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യാൻ? This is the mathematical representation of image subtraction. C of Mn is our output image. We are subtracting image G of Mn from F of Mn. അല്ലെ, ഒരു ഇമേജിൽ നിന്ന് വേറൊരു ഇമേജ് സബ്ട്രാക്ട് ചെയ്യുക വിത്ത് ഈക്വൽ സൈസുള്ള ഇമേജസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. സപ്പോസ് ഈ എഫ് ഓഫ് എമ്മും ജി ഓഫ് എമ്മും സെയിം ഇമേജ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുമോ? എന്തായിരിക്കും കിട്ടുമോ? എഫ് ഓഫ് എമ്മും ജി ഓഫ് എമ്മും സെയിം ആണെന്ന് വിചാരിക്കുക, സിമിലർ ഇമേജ് ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ കിട്ടും ഔട്ട്പുട്ട്? പ്ലെയിൻ ആയിട്ടായിരിക്കും. പ്ലെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ, ബ്ലാക്ക് ഒരു കംപ്ലീറ്റ് സീറോ അല്ല നമുക്ക് വരിക. നമ്മളിപ്പോ ഒരു നമ്പർ സെയിം നമ്പർ മൈനസ് ചെയ്യുമ്പോൾ സീറോ, അതേപോലെ തന്നെ ഒരു ഇമേജിൽ നിന്ന് വേറൊരു ഇമേജ് വി ആർ സബ്ട്രാക്ടിങ് ദ സെയിം ഇമേജ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ്. അപ്പൊ എന്താ വരുക, നമുക്ക് കംപ്ലീറ്റ് സീറോ, ഇന്റൻസിറ്റി വാല്യൂസ് കംപ്ലീറ്റ് സീറോ ആയിരിക്കും വരിക. അപ്പൊ ആ ഇമേജ് എങ്ങനെ ഉണ്ടാവുക? ബ്ലാക്ക് ആയിരിക്കും അല്ലെ, കംപ്ലീറ്റ് ലോ ഇന്റൻസിറ്റി വാല്യൂ അല്ലേ ഉള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ബ്ലാക്ക് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സെയിം ഇമേജ് ആണെങ്കിൽ. ഓക്കെ, സപ്പോസ് ഇത് എന്തിനായിരിക്കും നമ്മൾ ഇമേജ് സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി ഇത് ചെയ്യുന്നത് ചേഞ്ച് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? ഇമേജ് സബ്ട്രാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ചേഞ്ചസ് ബിറ്റ്വീൻ ടു ഇമേജസ് ഓഫ് ദ സെയിം സീൻ. ഒരു നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഇത് വീഡിയോ പ്രോസസ്സിംഗിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന ഒരു പർട്ടിക്കുലർ സീനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ സക്സസീവ് ആയിട്ടുള്ള ഇമേജസ് നമ്മൾ എടുക്കും അല്ലെ, ഒരേ ഇപ്പോൾ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഒരേ സീനിന്റെ ഇമേജസ് നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ അങ്ങോട്ട് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ചേഞ്ച് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഒരിക്കലും ഈ ബ്ലാക്ക് സീറോ കിട്ടില്ല അല്ലെ, ലോ ഇന്റൻസിറ്റി വാല്യൂ ഉണ്ടല്ലോ. എവിടെയെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? നമുക്ക് അവിടെ ഒരു പിക്സൽ ഇന്റൻസിറ്റിയിൽ ഒരു വേരിയേഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അഭിജിത്ത് ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് എല്ലാ കേസിലും യൂസ് ചെയ്യും ഈ സബ്ട്രാക്റ്റീവ് മെത്തേഡ്. മെഡിക്കൽ ഇമേജിങ്ങിന്റെ കേസിലൊക്കെ നമുക്ക് കിട്ടും, ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം യൂഷ്വലി ഇപ്പം എസ്പെഷ്യലി ഇത് യൂസ് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡിലൊക്കെ നമുക്കിത് അപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ട്യൂമർ ഏതെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ജി ഓഫ് എം എൻ. ഓക്കെ, അപ്പം ഇതിന്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ, ട്യൂമർ എത്രത്തോളം ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ജി ഓഫ് എം എൻ ഇതാണ്. ഓക്കെ, ഇതിപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുത്ത ഒരു ഇമേജ് ആണെന്ന് എടുക്കും. T1 എന്ന ടൈമിൽ എടുത്ത ഇമേജ് ആണ്. ഇനി കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഇമേജ് എടുക്കും. കുറച്ച് ടൈം എന്ന് വെച്ചാൽ ചിലപ്പോൾ മെഡിക്കൽ ഇമേജിന്റെ കേസിലാണെങ്കിൽ ചിലപ്പം
ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അന്നേരമുള്ള ഇമേജ് ഇങ്ങനെ കിട്ടി, അവിടെയുള്ള ട്യൂമർ ഇങ്ങനെയാണെന്ന് കഴിക്കും. ഓക്കെ, ഇത് T2. അപ്പോൾ ഈ രണ്ട് ഇമേജ് നമ്മൾ ഇത് എന്താണ് നമ്മുടെ F(mn) ആണ്. അപ്പോൾ F(mn) മൈനസ് G(mn) കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇതിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? എന്തായിരിക്കും? ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും അല്ലെ നമുക്ക് കിട്ടുന്ന. എന്തായിരിക്കും? ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് 0 ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെയിം ഇമേജ് തന്നെ ആയിരിക്കും. ഇനി അഥവാ ഗ്രോത്ത് ഉണ്ടെങ്കിലോ there will be ചെറിയൊരു വേരിയേഷൻ കാണിക്കും. ആ ഗ്രോത്തിന്റെ ആ ഡിഫറൻസ് അവിടെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചേഞ്ച് ഡിറ്റക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടാർഗറ്റ് ഡിറ്റക്ഷൻ. നമ്മളിപ്പോൾ ഒരു ഇമേജ് പിന്നെ സർവൈലൻസിൽ നിങ്ങളിപ്പോൾ CCTV ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇമേജസിൽ സക്സസീവ് ഇമേജസിലുള്ള ചേഞ്ച് മനസ്സിലാക്കാനാണ് മെയിനായിട്ട് ഇമേജ് സബ്ട്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഹർഷ ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഇമേജ് സബ്ട്രാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ചേഞ്ചസ് ബിറ്റ്വീൻ ടു ഇമേജസ് ഓഫ് ദ സെയിം സീൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ഈ നിങ്ങളുടെ ഈ 3rd മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനകത്ത് കുറേ ഷോർട്ട് ആൻസർ ആയിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കോൺസെപ്റ്റ്സ് ആണുള്ളത്. അപ്പം ഇതായിട്ട് നോക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ഒന്നിരുടെ പ്രോബ്ലംസ് ഉണ്ട് ചെറിയ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളത് എഴുതിക്കോളൂ. What is the value of the marked pixel? What is the value of the marked pixel after a 5x5 median filter? What is the value of the marked pixel? What is the value of the marked pixel? What is the value of the marked pixel? What is the value of the marked pixel after a 5x5 median filter? What is the value of the marked pixel after a 5x5 median filter? Write that image equal 213 45. Okay, next 11023 200 1 2 512 512 31 last row 431 20. Okay, so this 0, this is the marked pixel. This center pixel is our marked pixel. Okay, actually we are applying a 5x5 median filter mask here, so that center pixel will be replaced. So we have to find out that replaced pixel value. ഈ വാല്യൂ റീപ്ലേസ് ചെയ്ത വാല്യൂ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? മീഡിയൻ ഫിൽറ്റർ ആണ്. മീഡിയൻ ഫിൽറ്ററിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എങ്ങനെ ചെയ്യാം പറ? എങ്ങനെ അഭിജിത്ത് ചെയ്യാം? പിക്സൽസിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലേക്ക് എഴുതിയിട്ട് ഏതാണോ സെൻട്രൽ പിക്സൽ നോക്കുക, ആ സെൻട്രൽ പിക്സൽ വെച്ചിട്ട്, ഐ മീൻ സെൻട്രൽ പിക്സൽ അല്ല,
ആ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് സെന്ററിലുള്ള ഏറ്റവും മിഡിൽ വരുന്ന ഇന്റൻസിറ്റി വാല്യൂ ഏതാണെന്ന് നോക്കുക. ആ ഇന്റൻസിറ്റി വാല്യൂ വെച്ചിട്ട് സെന്റർ പിക്സൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇവിടെ സപ്പോസ് നിങ്ങൾക്ക് തന്നത് ഇങ്ങനെയാണെങ്കിലോ, നേരെ ഈ മീഡിയൻ ഫിൽറ്ററിന്റെ ഇപ്പൊ നമുക്കിപ്പോ സെന്റർ പിക്സൽ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇത് എൻറ്റയർ വാല്യൂസിന് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു വാല്യൂ അങ്ങനെ തന്നില്ലെങ്കിലോ എന്താ ചെയ്യാം? നേരം ആലോചിക്കണം. ഇപ്പൊ സപ്പോസ് ഇതാണ് നിങ്ങളുടെ വാല്യൂ 1 ആണ് തന്നില്ലെങ്കിൽ നിങ്ങളെ മാസ്കിന്റെ പ്ലേസ് ശരിക്കും ആലോചിക്കുക, എങ്ങനെയാ വെക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാം. ഓക്കെ, ഈ 1 ആയിരിക്കണം നിങ്ങളെ സെന്റർ പിക്സൽ. ഓക്കെ, 1 സെന്റർ പിക്സൽ വരുമ്പോൾ 5x5 മാസ്ക് എങ്ങനെയായിരിക്കും? ഈ രണ്ട് ഇത്രം വരെ ഇങ്ങനെ പോകും അല്ലെ. ആ കേസിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും എടുക്കും. ഓക്കെ, ഇത്രയും വാല്യൂസിനായിരിക്കും, ഇപ്പോഴത്തുള്ള 0 ആയിരിക്കും, ഇത്രയും വാല്യൂസിനായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ സെന്റർ പിക്സൽ തന്നുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ അത് ചെയ്തോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വന്നാൽ മതി. ടൈം ആയില്ല.